ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മളിന്ന് പഠിക്കുന്നത് വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ് വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ പുതിയ രീതിയിൽ തന്നെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതികളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഈ വാഗൺ ട്രാജഡി ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. ഇപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് എന്തുണ്ടായത്? വാഗൺ ട്രാജഡി ഉണ്ടായത് എന്ന് ഓർത്തു വയ്ക്കാം. വാഗൺ ട്രാജഡി നടന്ന വർഷം ചോദിച്ചാൽ 1921 നവംബർ 10. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ വർഷം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലെ ഏത് ജയില്? ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 72 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. ഓക്കെ, ഈ 72 പേരെന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 72 പേര്. ചില പുസ്തകങ്ങളിൽ 67 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 90 പേരിൽ 72 പേര് ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് ഓർത്തു വയ്ക്കാം. ഇവിടെ നിന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയതാണ്. കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്കാണ് കൊണ്ടുപോയത്. ഓക്കെ, അതിൽ 90 പേരിൽ 72 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആണെന്നുവെച്ചാൽ TH ഹിക്കോക്ക്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10 പകരം ചിലപ്പം വേറെ ഏതെങ്കിലും ഡേറ്റ് ചേർത്ത് പറയാം. അത് മലബാർ കലാപത്തില് ഗുഡ്സ് ട്രെയിനിൽ നിന്ന് തിരൂരിൽ നിന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയതാണ്. ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് 90 പേരിൽ 72 പേര് മരിച്ചത്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടായിരിക്കും ഇപ്പോഴത്തെ എക്സാം വരുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. അപ്പോൾ പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ഓർത്തുവെക്കെ, AR നേപ്പ് കമ്മീഷൻ. ഓക്കെ, ഈ AR നേപ്പ് കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന ഭാഗത്ത് നോക്കാം കേട്ടോ. ഈ AR നേപ്പ് കമ്മീഷൻ ബാക്കി അംഗങ്ങളുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചതാരെന്ന് വെച്ചാൽ സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന തിരൂരാണ്. തിരൂർ മലപ്പുറമാണെന്ന് ഓർത്ത് വയ്ക്കുക. മലബാർ കലാപം അടിച്ചമർത്തി ഈ വാഗൺ ട്രാജഡി സ്മാരകം എന്ന് പറയുന്ന ആ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിന്റെ ഏത് ബോഗിയാണ് ബോഗിയുടെ നമ്പരൊക്കെ നമുക്ക് അടുത്ത് വരുന്ന ഭാഗത്ത് പറയാം. അപ്പൊ വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന തിരൂരാണ്. ഈ സ്മാരകം എന്ന് പറയുന്നത് ബോഗിയുടെ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയാണ്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് എന്ന് ഓർത്തു വയ്ക്കുക. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഒരു റെയർ ഫാക്ട് ആണ്. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കുറച്ച് നമുക്ക് റെയർ ഫാക്ടുകൾ നോക്കാം. വാഗൺ ട്രാജഡി സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം എവിടെയെന്ന് വെച്ചാൽ വള്ളംബ്രം. ഓർത്ത് വയ്ക്കുക. വാഗൺ ട്രാജഡി സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം എവിടെയെന്ന് വെച്ചാൽ വള്ളുവമ്പ്രം എന്ന് ഓർത്ത് വയ്ക്കുക. ഈ വാഗൺ ട്രാജഡി ഇതിലെ കലാപകാരികളുണ്ട്. വാഗൺ ട്രാജഡി കലാപകാരികൾക്കെതിരെ എന്ത് കുറ്റമാണ് ചുമത്തിയെന്ന് വെച്ചാൽ പുലാമന്തോൾ പാലം പൊളിച്ചു എന്നായിരുന്നു വാഗണിൽ അടിച്ചവരുടെ മേൽ ചുമത്തിയ കുറ്റം. ഒന്ന് ഓർത്ത് വയ്ക്കുക, പുലാമന്തോൾ പാലം കേട്ടോ. അടുത്ത മദ്രാസ് സൗത്ത് മറാഠ കമ്പനിക്കാരുടെ MSM LV 1711 ഇതാണ് വാഗൺ എന്ന് പറയുന്നത്. ഓക്കെ, MSM LV 1711 എന്ന് മുദ്രം ചെയ്ത വാഗണിലാണ് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഈ കലാപകാരികളെ കൊണ്ടുപോയത്. വാഗൺ ട്രാജഡി അന്വേഷിച്ച നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ആ കമ്മീഷനിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. AR നേബ് ചെയർമാനാണ്. അതുപോലെ തന്നെ മദ്രാസി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് അബ്ബാസ് അലി, മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അഡ്വക്കേറ്റ് മഞ്ചേരി സുരേന്ദ്രയ്യർ എന്നിവർ അംഗമായ കമ്മിറ്റിയായിരുന്നു അന്വേഷണ ചുമതല. അപ്പോൾ ഓർത്തൊക്കെ നിങ്ങൾ എപ്പോഴും നേപ്പ് കമ്മീഷൻ, നേപ്പ് ചെയർമാൻ, നേപ്പിനെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് കൂടെ പഠിച്ചു വെക്കേണ്ടത് മദ്രാസി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് അബ്ബാസ് അലി, മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അതുപോലെ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ, ഇവരെ പേരും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം നിങ്ങളുടെ എക്സാമിന്റെ പാറ്റേൺ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടുതൽ വിവരങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അടുത്ത ദുരന്തമുണ്ടാക്കിയ വാഗണിൽ നിന്നും ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ട മലപ്പുറത്തെ ഒരു സ്വദേശിയുണ്ട്. അദ്ദേഹം കോട്ടപ്പടിയിൽ വയൽക്കര കൊന്നോല മുഹമ്മദ് ഹാജി. ഓക്കെ, അപ്പോൾ 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡിയിൽ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ട ഒരു മലപ്പുറം സ്വദേശിയാണ്. ആരെന്ന് വെച്ചാൽ മലപ്പുറം കോട്ടപ്പടിയിലെ വയൽക്കര കൊന്നൂല അഹമ്മദ് ഹാജി. ഓക്കെ, അഹമ്മദ് ഹാജി. അടുത്ത വാഗൺ ട്രാജഡി സ്മാരക മന്ദിരം അഥവാ ലൈബ്രറി സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കുരുവമ്പലം. ഓർത്തൊക്കെ എവിടെയാണ്? കുരുവമ്പലം. അടുത്ത വാഗൺ ട്രാജഡി സ്മാരക ബ്ലോക്ക് വളപുരം GMUP സ്കൂളിലാണ്. വളപുരം പുലാമന്തോളാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഓർത്തുവയ്ക്കുക. അപ്പോൾ വാഗൺ ട്രാജഡി സ്മാരക ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് ഏത്? വളപുരം GMUP സ്കൂള്, വളപുരം പുലാമന്തോൾ. ഈ പുലാമന്തോൾ പാലം പൊളിച്ചതിനെ തുടർന്നാണ് ഈ കലാപം അവർക്കെതിരെ ചുമത്തിയ കുറ്റമെന്ന് നിങ്ങൾ ഇതിലൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ഇരുട്ടറയും വാഗൺ ട്രാജഡിയും എന്ന പുസ്തകം ആരംഭിച്ചാൽ KK മുഹമ്മദ് അബ്ദുൽ കരീം. KK മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ പുസ്തകമാണ് ഇരുട്ടറയും വാഗൺ ട്രാജഡിയും എന്ന ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങൾ നിങ്ങൾ റെയർ ഫാക്ട് നമ്മൾ കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.